ഹായ് ഹലോ എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് രാവിലെ തന്നെ ഞാൻ അലക്കുന്നത് നവമി ഇന്ന് വീഡിയോ എടുത്തു തന്നു. കാരണം ഞാനും ഇന്ന് നേരം വൈകിട്ടാണ് എണീച്ചത്. അപ്പം എണീച്ച് വന്നപ്പോൾ നവമി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു നവമി വീഡിയോ എടുത്തതാണ്. അങ്ങനെ നവമി വീഡിയോ എടുത്തു തന്നു. അപ്പം നേരം വൈകി എണീച്ചുകൊണ്ട് അപ്പോൾ ലേറ്റായി രാവിലത്തേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കണ്ട, ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉപ്മാവൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് അലക്കെല്ലാം കഴിഞ്ഞിട്ട് തുണിയെല്ലാം ആറിയിട്ട് ഉപ്മാവ് ഉണ്ടാക്കാൻ വന്ന് ഉപ്മാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ചൂടായിട്ട് ഞാൻ ഉഴുന്ന് പരിപ്പ് ഞാൻ കുറച്ച് ഇടലുണ്ട് എപ്പോഴും ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പം നോക്കുമ്പോൾ അത് ഇട്ടിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഒത്തിരി കരിഞ്ഞു. പക്ഷെ കരിഞ്ഞത് മോശമൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെ എന്നിട്ട് പിന്നെ കടുവും വറ്റൽമുളക്, പിന്നെ അതുപോലെ നമ്മളെ സാധാരണ ഉപ്മാവിലിടുന്ന പോലെ തന്നെ ഉള്ളിയും പച്ചമുളക്, ക്യാരറ്റ് ചെറിയൊരു കഷ്ണം ക്യാരറ്റും ഇട്ട് അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ അന്ന് പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ റവയൊക്കെ ഇടണം. വെള്ളമൊക്കെ ഒന്ന് നല്ലോണം തിളയ്ക്കട്ടെ. വെള്ളമൊക്കെ നല്ലോണം തിളയ്ക്കുന്നതിന് മുന്നേ അപ്പോഴത്തേക്കും ഞാനും അത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താക്കി കുറച്ച് എനിക്ക് അരി ഉണ്ടായിരുന്നു എടുത്തു വെക്കാൻ. ഞാൻ ബക്കറ്റൊക്കെ ഒന്ന് തുടച്ച് അതിലേക്ക് അരിയൊക്കെ എടുത്തിട്ട് വെച്ചു. അപ്പോഴത്തേക്കും നവമി വന്നിട്ടുണ്ട്. ഹായ് എല്ലാവർക്കും. അപ്പോൾ നവമി വന്നിട്ട് പറയുക ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അവൾക്ക് ഇങ്ങനെ വെള്ളം പോലത്തെ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്നില്ലേ ഇലയിൽ പൊതിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള അതുപോലത്തെ ഇഷ്ടമല്ല. പക്ഷേ എനിക്കിഷ്ടമാണ് അങ്ങനത്തെ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ളത്. പക്ഷെ അവൾ വന്ന് പറയുക അവൾക്ക് പൊടി പോലത്തെ ഉപ്മാവ് പൊടിയായിട്ട് വരണം, അങ്ങനത്തെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താക്കി വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ നല്ലോണം. അപ്പോൾ ഈ വെള്ളം വെട്ടിത്തിളക്കുന്നതിലേക്ക് നമ്മൾ ആ റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഓരോ ഭാഗമായിട്ട് അത് കട്ട പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആവില്ല. എന്നിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അവർ പൊടി പോലെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് സിമ്മിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കുറേ സമയം അങ്ങനെ അതേ സിമ്മിൽ വെക്കുമ്പോൾ നല്ലോണം ഒന്ന് വേകുകയും ചെയ്യും. വെള്ളമെല്ലാം നല്ലോണം നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു തരി പോലും കട്ടയില്ലാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പൊടി പോലത്തെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ടാവും. പക്ഷേ നന്നായിട്ട് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ ആ വെള്ളം പോലത്തെ നമ്മുടെ അലുവ പോലത്തെ ഉള്ള ഉപ്മാവാണ് ഇഷ്ടം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ മേലെ കുറച്ച് 10 മണി ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെറുതെ കൊണ്ടൊന്ന് നട്ടു കൊടുത്തതോ, നോക്കുമ്പോൾ അത് നല്ലോണം വളർന്നു. ചെറിയ ഐസ്ക്രീമിൻ്റെ ആ പാട്ടൊക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അതൊക്കെ നാം ഈ വീഡിയോ എടുത്തു. ഞങ്ങൾ ഉപ്മാവ് കഴിക്കാനായിരിക്കുകയാണ്. അത് വാവൂട്ടൻ തരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഉപ്മാവൊക്കെ റെഡി ആയല്ലോ. അപ്പോൾ ഞാനും വേഗം പോയി കുളിച്ചൊക്കെ വന്ന് ഉപ്മാവൊക്കെ റെഡിയായി. അപ്പോഴത്തേക്കും വാവൂട്ടൻ ഉണ്ടല്ലോ, വാവൂട്ടൻ എന്നല്ല അവൻ്റെ പേര്, നിതിൻ എന്നാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലങ്ങനെ വിളിക്കും. അപ്പോൾ അവനത് മെല്ലെ വീഡിയോ എടുക്കുകയാണോ എന്ന് അറിയാണ്ട് മെല്ലെ പതുങ്ങി വന്നു. സാനി അതുപോലെ തന്നെ പതുങ്ങിയ സൈഡ് കൂടെ പോവുകയാണ്. എന്താണെന്നറിയില്ല, അവർക്ക് ക്യാമറ കാണുമ്പോൾ ഭയങ്കര ഒരു പേടിയല്ല, തമാശ പറഞ്ഞതാണ്, പേടിയല്ല, എന്തോ ഒരു ഇത്. പണ്ട് ഞങ്ങളും അങ്ങനെ തന്നെ വീഡിയോയിലും ഇതിലൊന്നും അധികം വരാറില്ല. ഇപ്പം പിന്നെ അതൊക്കെ അതൊരു വിഷയമല്ലാത്ത പോലെയായി. അപ്പോൾ അങ്ങനെ അപ്പോൾ രാവിലെ അത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. ബൈ ഫ്രം സിന്ധു. അപ്പോൾ എനിക്കിന്ന് വീഡിയോ എടുത്തത് നവമി ക്യാമറാമാനോടൊപ്പം